ഭരണികുളങ്ങര കുടുംബ സംഗമം ഞങ്ങൾ തുടങ്ങുകയായി. മൂന്നാമത് കുടുംബ സംഗമം കുര്യൻ ഭരണികുളങ്ങരയുടെ വസതിയിൽ അതിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ തുടങ്ങുകയായി. എല്ലാ ഭരണികുളങ്ങര കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നിറയേണമി ഇന്നീ കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ നിറയേണമേ ഇന്നീ കൂട്ടായ്മയിൽ. കുടുംബങ്ങളൊന്നു ചേരും ഒരു സ്നേഹസഭയായി കുടുംബ കൂട്ടായ്മയിൽ നയിച്ചിടണേ. നിറയേണമി ഇന്നീ കൂട്ടായ്മയിൽ. ഒരുമിച്ചു പ്രാർത്ഥിച്ച് ഒരു മേശ പങ്കിട്ട് സുവിശേഷ സാക്ഷികളായി വളരാം. ഒരുമിച്ചു പ്രാർത്ഥിച്ച് ഒരു മേശ പങ്കിട്ട് സുവിശേഷ സാക്ഷികളായി വളരാം. വിശ്വാസദീപ്തിയാൽ ഒരു നവജനമായി കൈകോർത്തു മുന്നേറ കൃപയേകണേ. വിശ്വാസദീപ്തിയാൽ ഒരു നവജനമായി കൈകോർത്തു മുന്നേറാൻ കൃപയേകണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ നിറയേണമി ഇന്നീ കൂട്ടായ്മയിൽ. അധ്വാനഭാരവും രോഗവും ദുരിതവും നൊമ്പരമേറ്റുന്ന നിമിഷങ്ങളിൽ അധ്വാനഭാരവും രോഗവും ദുരിതവും നൊമ്പരമേറ്റുന്ന നിമിഷങ്ങളിൽ കൂട്ടായ്മ നൽകി താങ്ങായി തണലായി കുടുംബങ്ങളെ എന്നും കാത്തിടണേ. കൂട്ടായ്മ നൽകി താങ്ങായി തണലായി കുടുംബങ്ങളെ എന്നും കാത്തിടണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ നിറയേണമി ഇന്നീ കൂട്ടായ്മയിൽ. കുടുംബങ്ങളൊന്നു ചേരും ഒരു സ്നേഹസഭയായി
സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബജീവിതം അതെത്ര മോഹനം 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 കുടുംബജീവിതം അതെത്ര സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബജീവിതം അതെത്ര മോഹനം 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 സ്നേഹമേശിടാത്ത മാനസങ്ങളിൽ വേരുപാതി നിന്നിടും കുടുംബജീവിതം സ്വാർത്ഥ സ്നേഹമേശിടാത്ത മാനസങ്ങളിൽ വേരുപാതി നിന്നിടും കുടുംബജീവിതം തമ്മിൽ തമ്മിൽ സ്നേഹത്തിന്റെ തേൻ ചൊരിഞ്ഞിടും ഭാര്യ ഭർത്തൃബന്ധമെന്നും എത്ര സുന്ദരം എത്ര സുന്ദരം കുടുംബജീവിതം അതെത്ര സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബജീവിതം അതെത്ര മോഹനം 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 ദൈവമേകും മക്കൾക്കായി ജീവനേകിടാൻ ജീവിതങ്ങൾ പങ്കിടും പവിത്ര മണ്ഡലം ദൈവമേകും മക്കൾക്കായി ജീവനേകിടാൻ ജീവിതങ്ങൾ പങ്കിടും പവിത്ര മണ്ഡലം തിരിഞ്ഞു തീരുമെങ്കിലും പ്രശോഭ തൂകിടും നെയ്വിളക്കു പോലെ ഈ പ്രഫുല്ല ജീവിതം പ്രഫുല്ല ജീവിതം കുടുംബജീവിതം അതെത്ര സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബജീവിതം അതെത്ര മോഹനം 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 ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ കാരണന്മാരെ ബന്ധുക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ അധ്വാനമാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം. നമുക്ക് നല്ലൊരു കാലാവസ്ഥ എന്ന കാലത്തൊട്ട് നമുക്ക് ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിച്ചൊക്കെയാണ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഞാൻ റോസുനെ ആൻലിയനെ ഹൃദയമേ നിന്റെ കണ്ണനിലാൽ ഇന്നും വളരുമേ വൈരങ്ങളെ വീടാതെ എന്നും പോക്കണേ ഹൃദയ ജ്വാലകൾ പൊതിയണേ വീടാതെ എന്നും പോക്കണേ ഹൃദയ ജ്വാലകൾ പൊതിയണേ ഹൃദയമേ നിന്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റായ ഫ്രാൻസിസ് സാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. നദിയോളകര ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ കുര്യച്ചൻ ചാണ്ടിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭരണിയോളകര കുടുംബാംഗങ്ങൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ആഗസ്റ്റ് 8 ശനിയാഴ്ച ഭരണികുളങ്ങര ഫാമിലി കൂട്ടായ്മയുടെ വാർഷിക റിപ്പോർട്ട്. 2025 ആഗസ്റ്റ് 10 വൈകിട്ട് 7 മണിക്ക് പൊതുയോഗം ശ്രീ ബിനു ഭരണികുളങ്ങരയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ കൂട്ടായ്മ സംഘടിച്ച് പ്രവർത്തിക്കുമ്പോൾ
ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുവാനും പഴയ സംസ്കാരങ്ങളും ചരിത്രവും നിലനിർത്താൻ സാധിക്കും. നമ്മുടെ കുടുംബാംഗമായ ജിനോച്ചന്റെ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ വെച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ചർച്ച ചെയ്യുവാനും പ്രോഗ്രാമുകൾ എത്രയും വേഗം നടത്തേണ്ടതിന്റെ ആവശ്യകതകളും പ്രസിഡന്റ് പറഞ്ഞു. സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജിനോച്ചൻ കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തിയും ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യകതകളും ഓർമ്മിപ്പിക്കുകയും ചരിത്രവും ബൈലോയും പുസ്തക രൂപത്തിലാക്കുന്നതിനെ പറ്റിയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കുടുംബ മഹിമയെക്കുറിച്ച് ബിനു കുടുംബം അവതരിപ്പിച്ച കവിത ആകർഷകവും അവസരോചിതവുമായിരുന്നു. നമ്മുടെ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന MLA റോജി M. ജോണിനെ ശ്രീ ജോളി വർഗീസ് സ്വാഗതം ചെയ്തു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച MLA അണുകുടുംബങ്ങളുടെ കാലത്ത് ഇത്തരം കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചു. മുതിർന്നംഗമായ ശ്രീ പോൾ ഭരണികുളങ്ങര പാരമ്പര്യത്തെക്കുറിച്ചും അന്തോണി അപ്പൂപ്പനിൽ തുടങ്ങി നമ്മുടെ അപ്പാപ്പന്റെ ബാലവൈദ്യവും ശാന്തതയും ചുള്ളിയപ്പൂപ്പന്റെ കാര്യസ്ഥതയും കറുകുറ്റി ദേശത്ത് വരാനും ഉണത്തോടെ എന്ന കളിപ്പേര് വരാനുള്ള ചരിത്രവും കൃഷി ചെയ്ത് സമ്പത്തുണ്ടാക്കിയ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അന്നത്തെ യോഗത്തിൽ വെച്ച് ശ്രീമതി അപ്പൊ ആളെ മാത്രമല്ല ആളുടെ പാർട്ട്ണറിനെയും കൂടി ഞാൻ ക്ഷണിക്കുന്നു. ജോസ് ആൻഡ് ആൻമേറ്റ്, നിങ്ങളെ ഔദ്യോഗികമായി ഞങ്ങളുടെ ട്രസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് അടിക്കണം. നല്ലൊരു കൈയടി. ഒരുമയാണ് കൂടെ കാണാൻ നമ്മുടെ കാര്യം കൊണ്ട് ആരും തന്നെ അങ്ങനെ കണക്കുമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ഒന്നും കൂടെ നമ്മുടെ കൂട്ടായ്മ കൂടുതൽ അടുപ്പത്തിലേക്ക് വരാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക, ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് കാരണന്മാരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ അവർ ചെയ്ത ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചത് കൃഷി കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടിയ ശേഷം ആരും നമ്മളിൽ നിന്ന് മരിച്ചു അല്ലെ, ആരും തന്നെ പോയിട്ടില്ല. പക്ഷെ അനുഗ്രഹമാണ്. നമ്മൾ ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ആരും ചിന്തിക്കുന്നില്ല. ഞാൻ അച്ഛനായതുകൊണ്ട് തന്നെ എത്രയോ ഇടവകളിൽ ഇരുന്നു, പക്ഷെ എത്രയോ ആളുകളുടെ ശവസംസ്കാര സ്കൂളുകളിൽ പങ്കുചേരുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ എഴുത്തിന് വലിയ അനുഗ്രഹമാണ്. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നു, നമ്മളിങ്ങനെ ജീവിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ല. രക്ഷാധികാരി ആയതുകൊണ്ട് ഇത്രയും ഭയങ്കരമായ വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രം. എങ്കിലും സന്തോഷം. നമുക്ക് ഒരുമിച്ച് കൂടുതലിന്റെ നന്മയുണ്ടാകട്ടെ. ഈ കുട്ടികൾക്കൊക്കെ എന്റെ പേരറിയുന്നല്ല, കുറെ പേരെ കാര്യമായിട്ടുണ്ടോ എന്റെ കണ്ണിന്റെ പ്രശ്നം വലുതായതുകൊണ്ടായിരിക്കും അല്ലെ. ജോളിച്ചേട്ടൻ താഴ്ത്തിരിക്കുന്നുണ്ട്, നല്ല വെളുത്തിരിക്കുന്നു, സുന്ദരനായിരിക്കുന്നു. ആ സോപ്പിന്റെ സന്തൂറാണ് മതത്തിന് കൂടുതലുണ്ട്. ജസ്റ്റിന് ഏറ്റവും ബാക്കി പോയതുകൊണ്ട് കത്തിരിക്കുന്നു. അത് ക്രിക്കറ്റ് കൂടുതൽ കളിച്ചുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ജോണോണ്ടും ജോസൂട്ടിനും ഇവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ചരട് നേരത്തെ പറഞ്ഞ അടുത്ത പ്രാവശ്യം അതായത് 4 രൂപ ഞാൻ കൊടുത്തു. ചേച്ചി അത് നോക്കിയിട്ട് പറയാണ് അവരോട് 4 പേര് ഉണ്ടാവണോ തോന്നുന്നു. ഞാൻ ഇവിടെ നിന്ന് കേട്ടു, രഹസ്യം കേട്ടുന്നതാണ് മുഖ്യമായ കാര്യമാണ്. സമയം കൂടിയാണ്. നമ്മുടെ ഓണം എന്ത് രസമായിട്ടാണ് വൃത്തിനിയായിരുന്നു. ഞാൻ ഓർത്തത് പണ്ട് ജസ്റ്റിൻ ചെല്ലിയ പോലെയാണ്. ഞാൻ 10 മിനിറ്റോട് തീരുന്നു. ഞാൻ വീട്ടില് അല്ലെ മക്കളൊക്കെ ചോറ് ഇഷ്ടം വേണ്ടിയിട്ടാണ് വേഗം വേഗം തീരുന്നത്. ഞാനും പയ്യ വന്നുകൊണ്ടാണ്. നമ്മുടെ സേറ ഒരിക്കലും എന്നെ അടുത്ത് വരാതെ വെച്ചാണ്. അവള് വന്നപ്പോ തന്നെ എന്നെ പടി കയറി കാലാണെങ്കിൽ അടച്ച് പറയാൻ പറ്റില്ല. എന്നിട്ട് പൊടി അതൊക്കെ വളരെ
ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുഞ്ഞുങ്ങൾ മുതല് ഈ ഒരു ബന്ധവും സൗഹൃദമൊക്കെ വളരെ പരസ്പരം അത് വലിയൊരു കൂട്ടായ്മയാണ്. ഞാൻ പിന്നെ രണ്ടാമത് കണ്ടൊരു കാര്യം, നമ്മുടെ ഈ പറഞ്ഞോള് സ്ത്രീജനങ്ങളൊക്കെ അരങ്ങത്തേക്ക് വന്നുകൊടുക്കുന്നുള്ളതാണ്. കളിക്കാൻ അറിയില്ലെങ്കിലും ഡാൻസ് എന്ത് രസമായിട്ടാണ് പല കല്യാണങ്ങളിലും കളിക്കുന്നത്. അത് നമ്മള് വിമാനമനുസരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല വളരെ മനോഹരമായിരിക്കും പല സ്റ്റെപ്പുകള്. മറ്റേ സലീംകുമാർ ഇടുന്ന സ്റ്റെപ്പ് പോലെ ആണെങ്കിൽ കൂടെയും അത് വളരെ മനോഹരമായിട്ടത് സ്റ്റെപ്പ്. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാല് 8 മണിക്ക് ശേഷം നമ്മുടെ ആണുങ്ങളും അരങ്ങത്തേക്ക് വരുന്നു എന്നുള്ളതും സന്തോഷകരമായ ഒരു അനുഭവമാണ്. വല്യപ്പച്ചനൊക്കെ അതേ പാന്റ് പോലും ഇട്ടു, ഒരിക്കലും വിടാത്ത ആള് പാന്റ് പോലും ഇട്ട് ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നിരവധിയായ സന്തോഷങ്ങളുടെ ഇടയിൽ ഞാനാണെങ്കിൽ വരുമോള് വന്നതിന്റെ സന്തോഷം എന്നോട് തോന്നുന്നു പറയാണ്. വീട്ടിലിനി അവളുണ്ടാക്കിയിട്ട് നീയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നീയാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് നാണക്കേടാണ്. അവര് കൊടുത്തിട്ട് അവൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. അവരങ്ങനെ പറഞ്ഞേ പറഞ്ഞു. പക്ഷെ അവർ ഉണ്ടാക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലായപ്പോ ഏതായാലും സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മ കാര്യങ്ങള് ഇവിടെ നടക്കുന്നു. ഞാനിപ്പോ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. 230 വീട്ടുകാരുള്ള ഒരു ഇടവകയിലെ വികാരിച്ചനാണ്. 16 സെന്റ് ആണ് പള്ളിമേടെയും സങ്കീർത്തിയും പാർക്കിങ്ങും അടക്കമുള്ളത്. പക്ഷെ അവരുടെ കൂട്ടായ്മ എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൂട്ടായ്മ. ആ ഇടവകമാരായിട്ടുള്ള ഒരു വെറും 10%. ബാക്കി എല്ലാവരും ചങ്ങനാശ്ശേരി, പാലം, ആതിരപ്പള്ളി അടക്കമുള്ള വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരാണെങ്കിലും മനസ്സുകൊണ്ട് അച്ഛനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഇടവക വൈറ്റില സെന്റ് ഡാമിയൻ പള്ളിയാണ്. അവിടെ ഹബിന്റെ നേരെ ബാക്കിലാണ് പള്ളി. പള്ളിയോട് ഒത്തിരി ചേർന്ന് നമുക്കൊരു കായലൊക്കെ ഉണ്ട്. നമ്മുടെ മെട്രോ കടന്നു പോകുന്ന, വാട്ടർ മെട്രോ കടന്നു പോകുന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഉറങ്ങാത്ത നഗരമാണ് എറണാകുളം. നിങ്ങൾക്കറിയാം, രാത്രിയൊക്കെ പോയാൽ തിരക്കായിരിക്കും ഏത് സമയത്ത്. പിന്നെ നമ്മുടെ അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ സോഷ്യൽ സർവീസ്, ഞാനവിടെ 5 വർഷം മുന്നേ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ആ സമയത്തൊക്കെ കോവിഡിന്റെ സമയത്ത് ഇതിലൊക്കെ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ ഞാൻ അവിടെ വീണ്ടും ജോയിന്റ് ആക്ടറായിട്ടാണ് സേവനം ചെയ്യുന്നത്. അവിടെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്, ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ നൈവേദ്യ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ലേഡീസ് ഹോസ്പിറ്റൽ, ടൈലറിംഗ് സെന്റർ, പ്ലാസ്റ്റ്. അതിനെ വായ കൊള്ളാത്ത പേരുള്ളത് അത് ഇംഗ്ലീഷിലാണ്. അത് കാണാനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് കേട്ടിട്ടില്ല. അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് മനസ്സിലായില്ലേ? ഇവളുടെ ഇഷ്ടം നീ മനസ്സിലാക്കണ പോലെ നീ എത്രയോ വളരാനിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇഷ്ടപ്പെട്ട കളർ ഏതാ? കുഴപ്പമില്ല, ബ്ലൂ വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യം കേട്ടാ. മൂന്നാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഹണി കേട്ടാ. മലയാളമായി പോയി മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അമ്മ. നീ എന്താ പറഞ്ഞേ? ഇതിലും പറഞ്ഞ ഒന്നായിരിക്കും കേട്ടാ. ഒന്നായിരിക്കും കേട്ടാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ എനിക്ക് വേണം ഇവൻ അവന്റെ ലവറിന്റെ പേര് എഴുതിയിരിക്കണം. മെർലിനാണ് സന്തോഷം. ഞാനേ 5-3 കൊലുത്തുണ്ട്. കൊലുത്തുങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യണമെങ്കിലും കുറേ സംസാരിക്കുമെങ്കിലും ജീവിതത്തിൽ കുറേ സംസാരിക്കും. പക്ഷെ ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിക്കാനായിട്ട് അധികം സമയം കണ്ടെത്തുന്നില്ല. ഇത് ഞാൻ ഈ അച്ഛനായതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കുറെ നാട്ടുകാരും വീട്ടുകാരും മറ്റെല്ലാവരും കാര്യം ഭർത്താവും ഭാര്യ ഒരുമിച്ചിട്ട് സംസാരിക്കാൻ, ഇഷ്ടങ്ങള് പ്രിയപ്പെട്ടത് ഒന്നും സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടതില്ല. അതിലൊരു ദുഃഖം എന്താണെന്ന് പറയുന്നത്, മക്കൾ വലുതായി അവരവരിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകും. നിങ്ങളിപ്പോഴും പലതും പഴയതിനായിക്കൊണ്ടിരിക്കുക.
എന്നിട്ട് പല മാർമ്മമാരും അവസാനം പറയുന്നതാണ്, പക്ഷാ മക്കളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കും, അവരും നമ്മളെ നോക്കുന്നില്ല, നമ്മളെ നിങ്ങൾ വിചാരിക്കരുത് കാലഘട്ടമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള കാര്യം പറഞ്ഞത്. അത് കാലഘട്ടം മാറി. ഈ കുരുന്നുകളൊക്കെ നമ്മുടെ കയ്യിൽ കൺട്രോൾ അല്ലാത്തൊരു സമയം വരും. നമ്മുടെ കയ്യിൽ കൺട്രോൾ അല്ലാത്തൊരു സമയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പരാതിയും പരിഭവവും നിരാശയായിട്ട് ജീവിതത്തിൽ കഴിയും. ഞാനത് കോമൺ ആയിട്ട് ഉദ്ദേശിച്ച എൻ്റെ ഒരു ചെറിയൊരു സന്ദേശം മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ തിരിച്ചത്. നല്ലവരാണ് നീ നിങ്ങൾ ഒരുമിച്ച് തിരിഞ്ഞ് ആശയമായിട്ട് സന്തോഷം അവളൊന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് അരുമേലി വർഗീസ്. ഞാൻ എന്റെ വീട് പൂക്കോട് മണ്ണമ്പട്ട തൃശ്ശൂർ ഇതാണ് വരുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ഞാൻ ചോദിച്ചിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നമ്മളാരും പോയില്ലല്ലേ. പിന്നെ കൂട്ടായ്മനെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടായ്മ ഇല്ല. കാരണം ഞങ്ങൾ കുറെ വീടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സൗകര്യം നോക്കി വന്നപ്പോ കൂട്ടായ്മക്ക് ഒരു സൗകര്യം ഇല്ലാണ്ടായി പോയി. സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഇല്ല. മമ്മിയുടെ വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം ചുടുവാൻ കൊതി തോന്നി, പച്ചരിയുടെ ശർക്കര ചേർത്ത് കലക്കിയിട്ട് ചൂട് പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാഴ്ചപ്പോൾ കൊതിയെന്നമ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. അത് കണ്ടപ്പോൾ അമ്മൂമ്മ അരിശം മൂത്തു പെട്ടെന്ന്. ആരും കടന്നവ രണ്ടപ്പം കയ്യിലെടുക്കാൻ അപ്പണി കയ്യിലിരിക്കട്ടെ. അപ്പത് ഈ കുടുംബത്തിലെ എല്ലാവരും മക്കളും കൂടിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ജോലി, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളൊക്കെ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് ഭക്ഷണക്രമം
Thank you.